You are watching Reporter Evening Show. അയോധ്യ പരാമർശിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. ക്ഷേത്ര നിർമ്മാണം ജനങ്ങളുടെ അഭിലാഷമാണെന്നും ദ്രൗപദി മുർമു വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഭരണപക്ഷ എംപിമാരുടെ ജയ് ശ്രീറാം വിളികൾ. എല്ലാത്തിനും അപ്പുറം വാരണാസി കോടതിയുടെ നിർണായകമായ ഉത്തരവും ലഭിച്ചിട്ടുള്ള ദിവസമാണെന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം. ഗ്യാൻവാപി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. കേന്ദ്ര നയത്തിൻ്റെ ചിത്രം വ്യക്തമാകുന്നു. സ്വാഗതം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു കാശിയും മധുരയും സംബന്ധിച്ചും നിർണായകമായ കോടതി ഇടപെടലുകൾ വരാൻ പോകുന്ന മാസമാണിത് എന്ന്. ഇപ്പോൾ കോടതി ഇടപെടൽ ഗ്യാൻവാപിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അവിടെ ഒരു ക്ഷേത്രാരാധനയ്ക്ക് ജില്ലാ കോടതി അനുമതി നൽകുന്നു എന്നുള്ളത് എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ്? അയോധ്യയുടെ തനിയാവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണോ അയോധ്യയിലെ മുസ്ലിം ആരാധനാലയം തകർത്ത് അവിടെ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്, അതേ പാറ്റേണിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ മധുരയും ഉൾപ്പെടെയുള്ള മധുരയും കാശിയിലും ഒക്കെ അത് സംഭവിക്കാൻ പോവുകയാണ്. എത്ര നിർലജ്ജം ആണ് മറ്റൊരു പള്ളി കണ്ടെത്തി അവിടെ ഹിന്ദുക്കളുടെ ഹൈന്ദവ ആരാധന നടത്തുന്നതിനുള്ള അനുവാദം ഒരു കോടതിയിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയല്ലേ നമ്മൾ അയോധ്യയിലും കണ്ടത്. ഇനി അത് ഹൈക്കോടതി, സുപ്രീം കോടതി, കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ സുഗമമാണ്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പരിപാടിയാണ് എന്നതിനപ്പുറം നമ്മുടെ ഈ മതനിരപേക്ഷത എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ, അന്തസ്സോടെയുള്ള ഒരു ഭാരതീയൻ്റെ ജീവിതം, അതിനെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുക. ഇപ്പോൾ 1992 ഡിസംബർ 6 ശേഷം എല്ലാ ഡിസംബർ 6 നമ്മെ ഭയപ്പെടുത്തിയിരുന്നു. അതൊക്കെ ഒന്ന് ശാന്തമായി വന്നിരിക്കുന്ന അവസ്ഥയാണിത്. വിട്ടുവീഴ്ചയ്ക്ക് ഒരു വലിയ വിഭാഗം ജനത തയ്യാറായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ശാന്തരായിരിക്കാൻ തയ്യാറല്ല. ഇനിയും നിരവധിയായ നിരവധിയായ മുസ്ലിം ആരാധനാലയങ്ങൾ, മസ്ജിദുകൾക്ക് ശേഷം ക്രൈസ്തവ ദേവാലയങ്ങൾ, അങ്ങനെ ഒരു വലിയ പട്ടിക അവരുടെ കയ്യിലുണ്ടാകും. ആ പട്ടികയ്ക്ക് അനുസൃതമായി എല്ലാറ്റിനും ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും പിന്തുണയോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആപത്തിന് കാരണമായി തീരും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, 1991 ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട്. എങ്ങനെയാണോ 1947 ഓഗസ്റ്റ് മാസം 15 ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നത്, അതേ രൂപത്തിലായിരിക്കണം അതിൽ മറ്റു മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ പരിവർത്തനപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാവില്ല എന്നതായിരുന്നു ആ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നിലവിലിരിക്കെ, അത് ബാബറി മസ്ജിദിന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കാശിയും ഇനി വരാൻ പോകുന്ന മധുരയും എല്ലാം നമ്മുടെ മുന്നിൽ, ജുഡീഷ്യറിയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 91 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലവിലിരിക്കെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് കടക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ ധൈര്യം ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. നമ്മളിപ്പോൾ കാശ്മീർ വിഷയമെടുക്കുക. അനുച്ഛേദം 370 സൂക്ഷ്മമായി വായിക്കുന്ന ഏതൊരു ഭരണഘടനാ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ അഭിഭാഷകനും പറയാൻ കഴിയും, അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാശ്മീരിൻ്റെ പ്രത്യേക പദവി നീക്കം ചെയ്യാൻ കഴിയില്ല. പക്ഷേ എത്ര വിദഗ്ധമായി അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഏത് വിഷയം വന്നാലും അവർക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 1991 പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്, പ്ലേസസ് ഓഫ് വർഷിപ്പ്. 1947 ഓഗസ്റ്റ് 15 എவ்விധമായിരുന്നുവോ ആ രീതിയിൽ തുടരണം. അതിൽ നിന്ന് അയോധ്യ ഒഴിവാക്കിയത് തന്നെ ഒരു തെറ്റ്. അതിനെ തുടർന്ന് എല്ലാവരെയും ഇനിയും ഒഴിവാക്കാൻ കഴിയും. അയോധ്യയ്ക്ക് പിന്നാലെ എവിടെ വേണമെങ്കിലും ആ നിയമത്തിൽ നിന്ന് ഏത് സ്ഥാപനവും സ്ഥലവും വേണമെങ്കിലും ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയാണ് ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഒരു യുക്തിസഹമല്ലാത്ത നിലപാടുകളുമായി ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവർ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ വരുമ്പോഴാണ്
ഇതര ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നിതാന്തമായ ആശങ്കയിലും ഭയപ്പാടിലും കഴിയേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, 1993 വരെ സോമനാഥ് വ്യാസ് നിലവറയിൽ പൂജ നടത്തിയിരുന്നു എന്നാണ് വ്യാസ് കുടുംബം ഇതിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 7 ദിവസത്തിനകം പൂജയ്ക്കുള്ള സൗകര്യം ഒരുക്കണം എന്ന് പറയുന്നത്. അതിൽ പൂജാരിയെ തയ്യാറാക്കി നൽകാനായിട്ടുള്ള നിർദ്ദേശം വരെ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അയോധ്യയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയല്ലേ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ? അന്ന് തുറന്നുകൊടുത്ത ജഡ്ജിയെ കോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. എന്താണ് മനസ്സിലാക്കേണ്ടത്? എവിടേക്കാണ് ഇത് പോകുന്നത്? ഈ തർക്കങ്ങളെയൊക്കെ പൊളിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തർക്കങ്ങളെയും അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അയോധ്യയിലെ രാമക്ഷേത്രവും ബാബറി മസ്ജിദ് തർക്കം, ആ തർക്കമൊക്കെ എക്സ്ക്ലൂസീവ്ലി ഒരു സിവിൽ ഡിസ്പ്യൂട്ട് തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ലായിരിക്കും. ആ സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ വിധികളിൽ നമ്മൾ ഇമോഷൻസ് നിറയ്ക്കണം. ഇമോഷണലായി നിറച്ചുകൊണ്ട് ആ ഇമോഷൻ്റെ പേരിൽ ഒരു പൊളിറ്റിക്സ് നടത്തുകയാണ്. ആ പൊളിറ്റിക്സ് നടത്തുന്നവരുടെ ആഗ്രഹം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ BJPക്ക് ഇങ്ങനെ രാമക്ഷേത്രം പണിയാൻ സാധിച്ചു എന്ന് നമ്മൾ പറയണം. അത് എക്സ്ക്ലൂസീവ്ലി താഴത്തെ കോടതികളിൽ നിന്ന് തന്നെ ഒരു സിവിൽ കേസിൻ്റെ ഡിസ്പ്യൂട്ടാണ്. ഒരു പക്ഷേ ഈ ബാബറി മസ്ജിദ് വിധി വന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്കൊന്നും ഇതിനകത്ത് റിവ്യൂ കൊടുത്തുകൂടാന്ന് ചോദിച്ചു. റിവ്യൂ കൊടുക്കാൻ പറ്റില്ല. 2 കക്ഷികൾ തമ്മിലുള്ള സൂട്ടായിരുന്നത്. ആ സൂട്ടിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഫൈനലി അതിൽ ഒരു കക്ഷിയോട് ഒരു സ്ഥലത്ത് ക്ഷേത്രം പണിയാനും മറ്റ് കക്ഷികളോട് വേണ്ടിയിട്ട് കുറച്ച് മാറി 5 ഏക്കർ സ്ഥലത്തിൽ പള്ളി പണിയാനും പറഞ്ഞു. ആ സിവിൽ കോടതി വിധി, അതിൻ്റെ അപ്പീൽ കൺഫേം ചെയ്തൊരു വിധി, അല്ല അപ്പീൽ പറഞ്ഞ വേരീഡ് വിധി, അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. അത് BJP അതിൻ്റെ പ്രധാനമന്ത്രി അത് വന്ന് നടത്തിക്കൊണ്ട് പോകുന്നു. വിധിയെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കേണ്ട തർക്കങ്ങളൊക്കെ ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ പർവിയിൽ നിന്നുകൊണ്ട് പറയുക എന്ന് പറഞ്ഞതുപോലെ തന്നെ 1991 ഒക്ടോബർ മാസത്തിൽ ഒരു സൂട്ട് കൊടുക്കുന്നു ഗ്യാൻ വാപ്പിയെ സംബന്ധിച്ചിട്ട്. ആ സൂട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 1991 ആക്റ്റും വന്നു. ഈ ആക്ട് വന്നതോടെ കൂടി ഈ സൂട്ട് മെയിൻറ്റൈനബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. 1997 അതിൻ്റെ മേൽ അന്നത്തെ സിവിൽ കോടതി ഒരു വിധി പറഞ്ഞു, സൂട്ട് മെയിൻറ്റൈനബിൾ അല്ല, സെക്ഷൻ 4 1991 ആക്ടിൻ്റെ ബാറുണ്ട്. കാരണം 15/8/1947 എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം, ഏത് പള്ളികളാകട്ടെ ഏത് ക്ഷേത്രങ്ങളാകട്ടെ ആ സ്വഭാവം കണ്ടിന്യൂ ചെയ്യപ്പെടണം, അതുകൊണ്ട് മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മേൽ വാരണാസി ജില്ലാ കോടതിയിൽ അപ്പീൽ പോകുന്നു. ആ അപ്പീലിൽ വെച്ച് ജില്ലാ കോടതി പറയുന്നു അതൊക്കെ എവിഡൻസിൽ തീരുമാനിക്കേണ്ട വിഷയമാണ്, ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് ഹൈക്കോടതി പോകുന്നു. അലഹാബാദ് ഹൈക്കോടതി 20 കൊണ്ട് സ്റ്റേ ചെയ്ത് കിടക്കുന്നു. വീണ്ടും അത് റീഓപ്പൺ ചെയ്യുന്നു, പുതിയൊരു ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ വരുന്നു. അങ്ങനെ വന്ന് ആ ലിറ്റിഗേഷൻ വീണ്ടും 2022 റീത്ത സിംഗിൻ്റെ 4 പേരുടെക്ക് വേണ്ടി പുതിയൊരു സൂട്ടായിട്ട് വരുന്നു. ആ സൂട്ടിൽ 2 IA കൊടുക്കുന്നു. ഒരു IA പറയുന്നു മെയിൻറ്റനബിലിറ്റിയുടെ ക്വസ്റ്റിൻ്റെ IA പരിഗണിക്കുന്നു. അതിൻ്റെ മേൽ തർക്കം വരുന്നു, ഹൈക്കോടതി സുപ്രീം കോടതി കേൾക്കുന്നു. 2 ASIയുടെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു IA കൊടുക്കുന്നു. ASIയുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. അതിൻ്റെ മേൽ അപ്പീൽ മുകളിലോട്ട് പോകുന്നു, അത് തള്ളുന്നു. ഇപ്പോൾ ഫൈനലി ASI റിപ്പോർട്ട് കൈ കിട്ടിയിരിക്കുന്നു. ആ സമയത്ത് പുതിയ ഒരു IAയിൽ ഒരു ഓർഡർ പാസ്സാക്കിയിരിക്കുന്നു. ഡെഫിനറ്റായിട്ടും അതിൻ്റെ മേൽ അപ്പീലുകളും ഒക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇവിടെ ഞാൻ പറയുന്നത് കോടതി വിധികളെക്കുറിച്ച് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അതിന് സബ്ജുഡീസ് ആവുന്ന ഒരുപാട്, അതും 2 കക്ഷികൾ തമ്മിലുള്ള തർക്കമാട്ടോ കേട്ടോ. AMC എന്ന് പറയുന്ന ഒരു പക്ഷവും മറുപക്ഷം വേറെ ഒരു സബ് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് മറുപക്ഷത്ത് കേസ് നടത്തുന്നത്. അതിനകത്ത് BJPയോ CPMോ കോൺഗ്രസ്സോ ലീഗോ ഒന്നുമില്ല, അവരൊരു രാഷ്ട്രീയ പാർട്ടികളാണ്. ആ തർക്കത്തിൻ്റെ ഭാഗമായി ഒരു വിധി വന്നിരിക്കുന്നു. ഈ വിധി ഇങ്ങനെ വരുമ്പോൾ ആ വിധി ഇപ്പോൾ സുജയ പറഞ്ഞ പോലെ 1993 വരെ ആരാധന നടത്തിയിരുന്നു. അതിനുശേഷം ആരാധന നിർത്തിവെച്ചു. ഇപ്പോൾ വീണ്ടും ആരാധന തുടങ്ങുന്നു എന്ന് പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിറ്റിഗേഷനിൽ അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ലിറ്റിഗേഷൻ്റെ ക്വസ്റ്റ്യൻ 1947 പൊസിഷനിൽ എന്തായിരുന്നോ അത് തുടരാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് തെളിവുകളൊക്കെ എടുത്തതിന് ശേഷം തീരുമാനമെടുക്കും. ഇമോഷണലായി ഇതിനെ നമ്മൾ ഒരു ഔട്ട് ബ്രേക്കായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് എന്തായാലും ഒരു വേദന ഉണ്ടാകുന്ന ഒരു കാര്യം. ഒരു ക്ഷേത്രം ഒരിടത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പള്ളി ഒരിടത്ത് നിൽക്കുന്നു. ആ പള്ളി പ്രാർത്ഥനയോട് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റി മറ്റൊന്ന് കൊണ്ടുവരാൻ വരുമ്പോൾ ഒരു ചെറിയ ഹാർട്ട് ബേൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ആ ഹാർട്ട് ബേൺ രാജ്യത്തിൻ്റെ എല്ലാവരുടെയും ഒന്നായി നമ്മൾ ജീവിക്കുന്ന ഡൈവേഴ്സിറ്റിയിൽ ഒന്നും ജീവിക്കുന്ന രാജ്യത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരങ്ങളാണ് ഉണ്ടാകേണ്ടത്.
ആ പരിഹാരമുണ്ടാക്കി എന്ന ഗോഗോ വിളികളിലൂടെ രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുക. പരിഹാരമല്ല, അത് പിടിച്ചെടുത്തു എന്ന ഗോഗോ വിളികളൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെയാണ് ബാധിക്കുന്നതും. നമ്മുടെ എന്താണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആശയമുണ്ട്, ആശയത്തിന് വിരുദ്ധമായി പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഇതിനെ കാണണ്ട എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതിനൊരു നിയമപരമായ ഒരു പോരാട്ടമായി തന്നെ കാണണം. ശരി, ദയവായി തുടരുക. ശ്രീ പ്രിന്റു മഹാദേവ്, നോക്കൂ, കാശി മധുര ബാക്കിയെ എന്നായിരുന്നു BJPയുടെയും സംഘപരിവാറിൻ്റെയും മുദ്രാവാക്യം. അതാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ പറയുന്നത് സാർ, ഇതിനകത്ത് ആദരണീയനായിട്ടുള്ള ലീഗിന്റെ പ്രതിനിധി വളരെ പക്വതയോട് കൂടിയിട്ട് ആ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതിനൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ ആരും കാണേണ്ടതില്ല. കാശി അയോധ്യ മധുര എന്ന് പറയുന്ന സ്ലോഗനൊന്നും അങ്ങനെയൊന്നും BJP ഒരു കാലഘട്ടത്തിൽ പിടിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതൊരു ട്രസ്റ്റും ഒരു മുസ്ലിം ബോർഡും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി വന്നു. ആ കോടതി വിധി ഇനിയുണ്ടല്ലോ, അല്ലെങ്കിൽ അത് കോടതിയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കോടതിക്ക് അപ്പുറത്തേക്ക് അതിന്റെ വിധി വരട്ടെ. അതിനപ്പുറത്തേക്ക് പൂജനീയ സത്സംഗജാലക് മോഹൻജി ഭാഗവത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എല്ലാ പള്ളികളുടെയും അടിയിൽ പോയിട്ട് ക്ഷേത്രമുണ്ടെന്ന് നോക്കേണ്ട ബാധ്യതയൊന്നും RSS BJPക്കാർക്ക്. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് വ്യവഹാരങ്ങൾ നടക്കുന്നു, കേസുകൾ നടക്കുന്നു, അതിനകത്ത് സ്ഥായിയായിട്ടുള്ള ഏതെങ്കിലും, കാരണം 93 വരെ അവിടെ പൂജ നടന്നിരുന്നു, അത് സത്യമാണ്. ബാബരി മസ്ജിദ് കേസിനകത്തും രാമക്ഷേത്രത്തിലും 1885 വരെ ഹിന്ദുവും മുസൽമാനും അവിടെ പൂജ ചെയ്തിരുന്നു. അവിടെ നിന്ന് 1885 ഹിന്ദുവിനെ പൂജസ്ഥാനത്ത് നിന്ന് പടിക്ക് പുറത്താക്കിയപ്പോഴാണ് വിഷയങ്ങൾ ആരംഭിക്കുന്നത്. അതുപോലത്തെ ഒരു വിഷയം എന്ന രീതിയിൽ 1993 വരെ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് ഞാൻ ഭാവി. അത് മാത്രമല്ല, നമുക്കറിയാം ഹിന്ദുവിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളും വേദങ്ങളും പുരാണങ്ങളുമാണ്. അതിലെ 18 പുരാണങ്ങളിൽ 12 പുരാണങ്ങളിലും പറയുന്ന ഒരു പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഞാൻ ഭാവി. അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഞാൻ ഭാവി എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത്. അതിനപ്പുറത്ത് ബാക്കിയൊക്കെ കോടതി വിധികൾ വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കൂ, ഇപ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണ്. ബാബറി മസ്ജിദിന്റെ കാര്യത്തിലും സമാനമായ നിലപാടാണ്. 1980-ലാണല്ലോ BJP ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പുണ്ടായിട്ടുള്ള ജനസംഘിനും പുറമെ സംഘപരിവാർ സംഘടനകളാണ് ഒരു ലിറ്റിഗേഷനുമായി പോയത്. ബാബറി മസ്ജിദിനെ മാറ്റി അവിടെ ഒരു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പിന്നീട് LK അദ്വാനി 1980-കളുടെ അവസാനം അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കൂ, രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടുത്ത അജണ്ടയ്ക്ക് ഒരു കർട്ടൻ ഉയരുകയാണ് എന്നുള്ളതാണ്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനെടുക്കാൻ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വളരെ മാന്യമായി പറഞ്ഞു എന്ന് താങ്കളും സൂചിപ്പിച്ചു. ശരിയാണ്, ആ മാന്യത ഉള്ളത് കൊണ്ടാണ് ഇന്നും വലിയ രീതിയിൽ സംഘർഷമില്ലാതെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള കർട്ടൻ ഉയർന്നിരിക്കുന്നു, അടുത്ത രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയെടുക്കാനുള്ള. അങ്ങനെയല്ല സാർ, ഈ രാജ്യത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമ രാഷ്ട്രവുമാണ് സാർ ഞങ്ങളുടെ അടിസ്ഥാന ആധാരം. അല്ലെങ്കിൽ ഈ മതവും രാഷ്ട്രവും സംസ്കാരവും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അതിനൊരു വൈകാരികമായിട്ട് ഞങ്ങൾ ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ്. അതിന്റെ വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാം. അതിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ BJP ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു, കർട്ടൻ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമായിട്ട് നമ്മൾ അതിനെ കാണല്ലേ. അത്രയേ ഉള്ളൂ ആ വിഷയത്തിനകത്ത്. എന്റെ അഭിപ്രായം മഹാദേവ്, ഈ അഭി കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നത് അയോധ്യയുടെ നിർമ്മാണത്തിന് മുൻപ് ബാബറി മസ്ജിദ് തകർത്ത പ്രതികളെ കോടതി വെറുതെ വിടുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടിരുന്നവരൊരാൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് പിന്നീട് അവിടെ കൂടിയിരുന്നവരെല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നു. പലയിടങ്ങളിലും BJPയുടെയും RSSന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സൈബർ ഹാൻഡിലുകൾ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ച് എത്ര നാൾ കുഴിക്കും, എത്ര പള്ളികൾ കുഴിക്കും? ഈ 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് മുന്നോട്ട് വയ്ക്കുന്ന തൽസ്ഥിതി തുടരണമെന്ന് പറയുന്ന ഒരു ആശയമല്ലേ ഈ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത്? അതല്ലേ ഈ വൈവിധ്യങ്ങളെ പുലരാൻ അനുവദിക്കേണ്ടത്? അയോധ്യ നേടിക്കഴിഞ്ഞു, ഇനി കാശിയും മധുരയും വെറുതെ വിട്ടുകൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നത് ഒരു മതേതര മനസ്സിലാണ്. പ്രിന്റു മഹാദേവ്, അല്ല സാർ, ഇതിനകത്തൊരു നമ്മൾ പറഞ്ഞല്ലോ, ഇതിനൊരു വൈകാരികമായിട്ടുള്ള BJPയുടെ ഒരു അജണ്ടയാണ് അവിടെ അമ്പലമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കട്ടെ, കോടതി പരിഹരിക്കട്ടെ. അതിനപ്പുറത്ത് കാശിയുടെയും മധുരയുടെയും ഇനി വൈകാരികമായി പോകേണ്ട കാര്യമില്ല. അതിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂജനീയ സർസംഘചാലന്റെ വാക്കിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായും സാംസ്കാരികമായി നമുക്ക് എതിരഭിപ്രായമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാ പള്ളിയുടെയും അടിയിലേക്ക് പോയി തുറന്നു നോക്കേണ്ട സാഹചര്യം ഇന്ന് ഹിന്ദു സമൂഹത്തിനില്ല.
സ്വാഭാവികമായി പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ചില സംഭവങ്ങൾ കോടതിക്ക് മുമ്പിലുണ്ട്. അത് കോടതി വിധി പറയട്ടെ. അല്ലാതെ ഈ ഒരു പിറകെ BJPക്കോ RSSനോ സംഘപരിവാർ സംഘടനകളോ അതിന്റെ പിറകെ പോകുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട. ശ്രീ പ്രിന്റു മഹാദേവ്, അങ്ങനെയല്ലല്ലോ കാണുന്നത്. VHP ഇതിനകം തന്നെ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയത് താങ്കൾക്ക് അറിയാത്തതാണോ? VHPയുടെ അഖിലേന്ത്യാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു ഗ്യാൻവാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന്. അപ്പോൾ അതൊന്നും പറയുന്നില്ല എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? മാത്രമല്ല, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ റിപ്പോർട്ട്, ASIയുടെ ആ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് എത്ര നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്? താങ്കൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ ശ്രീ പ്രിന്റു മഹാദേവ്? അല്ല, VHPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം പറയാൻ സത്യത്തിൽ എനിക്ക് സാധിക്കില്ല. ഞാനൊരു BJP പ്രതിനിധി എന്നതിൽ അല്ല, അത് മാത്രമല്ല VHP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. ഗിരിരാജ് സിംഗ് ആണ് പറഞ്ഞത് പ്രിന്റു, മുസ്ലിങ്ങൾ ഉടൻ കൈമാറണം ഗ്യാൻവാബി എന്നാണ്. അല്ല, അങ്ങനെ വ്യക്തി ഔദ്യോഗികമായിട്ട് ഒരു പാർട്ടിയുടെ സ്റ്റാൻഡ് വരട്ടെ സാർ. അതല്ലേ നമുക്ക് അതിന്റെ ഒരു പാർട്ടി. ഗിരിരാജ് സിംഗിനെ BJP തള്ളി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെയാണ് ASIയെ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ജുഡീഷ്യറിയെ ഉപയോഗിക്കുന്നത്? ജുഡീഷ്യറി കോർട്സിലിടുകയാണ്. പക്ഷേ നോക്കൂ, നമ്മുടെ നാട്ടില് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ASI ഒരു വലിയ റിപ്പോർട്ട് നൽകിയെന്ന് പറയുന്നു, അത് പുറത്തുവിടാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നു, കോടതി പുറത്തുവിടാൻ അനുവദിക്കുന്നു. അപ്പോൾ പിന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ASIയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്ന് സംബന്ധിച്ച് ഇപ്പം നിയമപരമായ രീതിയിൽ പരിഹരിക്കേണ്ട വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടോളൂ എന്ന് പറയുന്നു, റിപ്പോർട്ട് പുറത്തുവിടുന്നു. ഇനി ഉണ്ടാകുന്ന ഇമോഷണൽ വിഷയം, ആ ഇമോഷണൽ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ കൈമലർത്തും എന്നാണ് നാളെ BJP പറയാൻ പോകുന്നത്. അങ്ങനെയല്ല സാർ. ഞാൻ താങ്കളോടല്ല, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിനോടാണ് ചോദിച്ചത്. അല്ല, ഇവിടെ BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സംയമനത്തോടെയും BJP പ്രതിനിധി പ്രിന്റു മഹാദേവ് തന്ത്രപൂർവ്വവും ഒരു കാര്യം പറഞ്ഞു, എല്ലാം കോടതി തീരുമാനിക്കട്ടെ, അത് കോടതിൻ്റെ മുന്നിലുള്ള തർക്കമല്ലേ. ഇത് തന്നെയല്ലേ നമ്മൾ അയോധ്യയിലും കേട്ടത്. അയോധ്യയിലും ഓരോ സ്റ്റെപ്പും അത് കോടതിയുടെ അംഗീകാരത്തോടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒടുവിൽ സുപ്രീം കോടതിയുടെ വരെ അംഗീകാരം കിട്ടി. ആ അംഗീകാരം കിട്ടിയ കഥയും പശ്ചാത്തലവും അനന്തര സംഭവങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് തന്നെ ഇവിടെ ആവർത്തിക്കും. അത് ഒരു സംഘപരിവാർ അജണ്ട എപ്രകാരമാണ് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ അയോധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ കാശി മധുര ബാക്കി ഹേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 പേര് കൊണ്ട് അവസാനിക്കുമോ? ഈ 2 പേര് കൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല. ഒന്നിന് പിന്നാലെ ഒന്നായി ഇനിയും കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് നമുക്കൊരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഉണ്ടായിരുന്നിട്ട് ആ നിയമത്തിൽ നിന്ന് ഒരു സ്ഥലത്തെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ ആ നിയമം എവിടെ? എക്സംഷൻ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സംയമനത്തോടെ വരുന്നത് വരട്ടെ, കോടതി ന്യായത്തോടെ നീതിപൂർവ്വം കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അപ്രകാരം നീതിപൂർവകമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഭരണകക്ഷി എന്ന നിലയിൽ BJPയും BJPയുടെ സർക്കാരും സജീവമായി ഇതിൽ ഇടപെടും. ഒടുവിൽ അയോധ്യയിൽ നമ്മൾ കണ്ടത് എന്താണോ അതുപോലെ അതിൻ്റെ ഒരു ആവർത്തനം ഈ പറഞ്ഞ സ്ഥലത്തും ഉണ്ടാകാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, 91 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് കട്ട് ഓഫ് ഡേറ്റ് ഓഗസ്റ്റ് 15, 1947 ആക്കി എന്ന ചോദ്യത്തിന് നമ്മുടേത് ഒരു ആധുനിക സർക്കാർ രൂപം കൊണ്ട ദിവസം എന്ന നിലയിലാണ്. ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ആ ദിവസത്തെ ഒരു കട്ട് ഓഫ് ഡേറ്റായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ASIയെ അതിൻ്റെ പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തുന്നു. ASI കണ്ടെത്തുന്നത് എന്താണ്? 17-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ പള്ളിക്ക് മുമ്പ് വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ്. അതിൻ്റെ ആർക്കിടെക്ചറൽ റിമൈൻസ് എന്ന് പറയുന്നത് വാസ്തുവിദ്യാ പരിശോധനയിൽ കരകൗശല വസ്തുക്കളുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, കൊത്തുപണികൾ നടത്തിയ പരിശോധനയിൽ നിന്ന് വലിയ ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ആർഗ്യുമെൻ്റാണ് താങ്കൾ എടുക്കുക? ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തി ചരിത്രപരമായി ചില ക്ഷേത്രങ്ങൾ തകർക്കുകയുണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തണമോ, അത് കണ്ടുപിടിക്കണമോ? അതോ RSS സർസംഘചാലക് പറഞ്ഞതായി നേരത്തെ ശ്രീ പ്രിന്റു മഹാദേവ് കോട്ട് ചെയ്തതുപോലെ എല്ലാ ദേവാലയങ്ങളുടെയും അടിയിൽ പോയി അതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണോ? ഏത് ആർഗ്യുമെൻ്റാണ് ശരി? അല്ല, ഇവിടെ അയോധ്യയെ സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക്
തൃപ്തികരമായ ഒരു തെളിവും കോടതി മുമ്പായി ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ക്ഷേത്രാവശിഷ്ടവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിൻ്റെതാണ് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ബോധ്യവും വന്നിട്ടില്ല. പക്ഷേ എന്നിട്ടും അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ബാബറി മസ്ജിദ് നിന്നിരുന്ന ഇടം അത് ഇന്ന് ഹിന്ദുക്കളുടെ കയ്യിലാണ്. അവിടെയാണ് ഈ മഹാക്ഷേത്രം ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ASI ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ ഗ്യാൻബാബിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ആരാധന നടന്നിരുന്നു എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അയോധ്യയിൽ നമ്മൾ കണ്ടതിനേക്കാൾ ചടുലമായി കാര്യങ്ങൾ നീങ്ങും. അതിഭീകരമായ അവസ്ഥയിൽ പൊളിക്കേണ്ടതെല്ലാം പൊളിക്കപ്പെടും, നിർമ്മിക്കേണ്ടതെല്ലാം നിർമ്മിക്കപ്പെടും. അങ്ങനെ പോയാൽ നമുക്ക് എവിടെയാണ് ഇതിന് അവസാനിക്കുക? അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവണ്ടേ? ആ അവസാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പാർലമെൻറ്റ് അന്ന് നിയമം പാസ്സാക്കിയത്. അന്നാണ് ഒരു നല്ല ദിവസം നോക്കി 1947 ഓഗസ്റ്റ് 15 അർത്ഥമുള്ള ദിവസമാണ്, അർത്ഥവും പ്രാധാന്യവുമുള്ള ദിവസമാണ്. അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിച്ചു. അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ മോഹൻ ഭാഗവത്തിൻ്റെ പരാമർശം ഉണ്ടായത്. മോഹൻ ഭാഗവത്തിൻ്റെ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ഇടപെട്ട് ഈ അനാവശ്യമായ ഇത്തരം പ്രചരണങ്ങളും ആവശ്യങ്ങളും ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുഹമ്മദ് ഷാ, നേരത്തെ താങ്കൾ വളരെ മിതമായ ഭാഷയിലാണ് ഇതൊരു കോടതി വ്യവഹാരം എന്ന അർത്ഥത്തിലേക്ക് മാറ്റിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഗ്യാൻവാപി വിഷയം തുടക്കം മുതൽ തന്നെ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് അല്ല, ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ടായിരുന്നു. BJPയുടെ സംസ്ഥാന ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ സംസ്ഥാന ഘടകമാണ് ഈ ഗ്യാൻവാപി വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെട്ടത്. അലഹാബാദ് കോടതിയുടെ വിധി വരുമ്പോൾ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 5 ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി ഗിരിരാജ് ഈ ഗ്യാൻവാപി മോസ്ക് ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന വിവാദ പ്രസ്താവന നടത്തിയത് VHPയുടെയും RSSന്റെയും ഒക്കെ ഹാൻഡിലുകളിൽ ഈ പറയുന്ന വിധിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് പൊളിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മൾ ഭരണകൂട ഉപകരണങ്ങളെ എങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. EDയുടെ കാര്യത്തിൽ എന്നതുപോലെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ASI ആണ് പറയുന്നത് അവിടെ മഹാവിഷ്ണുവുണ്ട്, അവിടെ ഹനുമാന്റെ രൂപങ്ങളുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, ഇതൊരു വലിയ ക്ഷേത്രത്തിൻ്റെതാണ് എന്ന്. അതിനെ എങ്ങനെയാണ് ഇനി നേരിടാൻ കഴിയുക? കേവലം ലിറ്റിഗേഷനിലൂടെ മാത്രം ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നാളെ ഇനി മധുരയിലേക്ക് നീങ്ങില്ലേ? നാളെ പാളയത്തേക്ക് നീങ്ങില്ലേ? കോഴിക്കോട്ടേക്ക് നീങ്ങില്ലേ? കൊച്ചിയിലേക്ക് നീങ്ങില്ലേ? എങ്ങനെ തടയാൻ സാധിക്കും? അരുണി പറഞ്ഞ ഭാഗമൊക്കെ ശരിയാണ്. പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു എന്നത് വളരെ ഭീതികരമായ ഒരു കൺസേൺ ആണ്. അത് പൊളിറ്റിസൈസ് ചെയ്ത് ഇമോഷണലായി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം തെറ്റായ കാര്യമാണ്. പക്ഷേ അങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ വ്യൂ ഞാൻ എക്സ്പ്രസ് ചെയ്ത് അങ്ങനെയാണ്. പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം നമ്മളെല്ലാം ഈ മണ്ണിൻ്റെ മക്കളാണ്, നമ്മൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളെ നമ്മൾ പരിഹരിക്കേണ്ട രീതി കുറച്ചുകൂടി ഒരു ഉയർന്ന പെഡസ്റ്റലിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ അല്ലാതാകുന്നു എന്നതിൻ്റെ വേദനയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ വന്ന വിധികളെ കോടതിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഒരു വലിയ അപകടം ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഒരു പക്ഷേ അയോധ്യയിൽ നിന്നും വ്യത്യസ്തമായി വാരണാസിയിലെ ഈ പറഞ്ഞ ഗ്യാൻവാപി പള്ളിയുമായി ബന്ധപ്പെട്ടും തൊട്ടടുത്ത് തന്നെയുള്ള കാശി വിശ്വനാഥ ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെയാണ്. 12.5 ലക്ഷം ജനങ്ങളുള്ള ഒരു അർബൻ സിറ്റിയാണ് വാരണാസി. അതിൽ 2.5 ലക്ഷം മുസ്ലിമീങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ 20% ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ അവർ ജീവിച്ചു പോവുകയാണ്. അവിടെ കഴിഞ്ഞ 400 വർഷമായി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. എല്ലാ 400 വർഷമായിട്ട് വെള്ളിയാഴ്ച നമസ്കാരവും 5 നേരം നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും നടക്കുന്ന ഒരു പള്ളിയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും നടന്നുകൊണ്ടിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ലെയിം റേസ് ചെയ്ത് അയോധ്യയുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ കാലങ്ങളായിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് ഇങ്ങനെ നിന്നതുകൊണ്ട് ഒരു അൺട്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനകളുടെ കാര്യത്തിലും ഒക്കെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് ഇത് അപ്സൈഡ് ഡൗൺ മറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർട്ട് ബേൺ ഒരു സൈഡിൽ, മറു സൈഡിൽ ഉണ്ടാക്കാൻ പോകുന്ന കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ജനങ്ങളല്ലേ വൈകാരികമായി പോവില്ലേ എന്നതുകൊണ്ട് ആ ഒരു പെഡസ്റ്ററിലേക്ക് ഉയർന്നു നിന്നിട്ട് നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരുടെയും ഇമോഷൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അവിടെ
ആ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കോടതി വിധികൾ വരുമ്പോൾ വിധികളുടെ കണ്ടൻസിനോടൊക്കെ നമുക്ക് എതിർപ്പുണ്ടാകാം, ആ വിധി ശരിയല്ല എന്നും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ കോടതി വിധികളെ പാടെ തള്ളിക്കൊണ്ട് നിഷ്കളങ്കമാണോ ഈ കോടതിയുടെ ഇടപെടൽ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോ 91 പ്ലേസ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അരുണെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിഷ്കളങ്കമല്ല. അല്ല, അതിനെ എങ്ങനെയാണ് കോടതി നേരിട്ടത്? എവിഡൻസ് പറയട്ടെ എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റിലാണ് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് മറിച്ചിട്ടത്. അത് മാത്രമല്ല, ഇപ്പോ അത് മാത്രമല്ല പ്രശ്നം. ഇപ്പോ മുമ്പ് 97 ഓർഡർ പറഞ്ഞപ്പോ, അല്ലെ 98 വാരണാസി ജില്ലാ കോടതി പറഞ്ഞപ്പോ, അത് അവിടെ ആരാണ് പ്രാർത്ഥന 15/8/1947 നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എവിഡൻസ് വേണ്ടേ? അപ്പൊ മെയിൻ്റെനബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? എവിഡൻസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അലഹാബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു 20 വർഷത്തേക്ക്. 20 വർഷം അത് അങ്ങനെ കടന്നു. പിന്നീട് വേറൊരു കേസിൽ ഇതുപോലെ നീണ്ടകാലം സ്റ്റേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ 6 മാസത്തിൽ കൂടുതൽ സ്റ്റേ ഉണ്ടാകാൻ പാടില്ല എന്നൊരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഇതെല്ലാം റീ ഓപ്പൺ ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രണ്ടാമതൊരു വിഷയം കൂടിയാണ്. അത് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ ഈ പറഞ്ഞ ഡയറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി, ഒരു ഒബ്സർവേഷൻ പറയുകയുണ്ടായി. ആ ഒബ്സർവേഷന്റെ ഡയറ്റിയുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതൊരു ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഇപ്പം മറ്റൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പല കേസുകളിൽ ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. അത് അയോധ്യ വിധിയിൽ പാടില്ല, ഒരു ഒബ്സർവേഷൻ അങ്ങനെ വന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഇന്റർപ്രിട്ടേഷൻസിനെയൊക്കെ ലീഗലി ഞാൻ എതിർക്കുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷനെയൊക്കെ ലീഗലി എതിർക്കുന്നുണ്ട്. അത് ലീഗലി ഫൈറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. അത് ഒരാളുടെ ഇമോഷൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള സംസാരമായി അത് മാറാനും പാടില്ല. അത് ലീഗൽ ഫൈറ്റായിട്ട് തന്നെ നിലനിൽക്കണം. അവിടെ വന്നിട്ട് ഇന്നിപ്പോ ഗിരിരാജ് കിഷോറൊക്കെ എന്തോ പറഞ്ഞു, ഞാനത് കേട്ടിട്ടില്ല, പറഞ്ഞു എന്നൊക്കെ പറയുന്നതും, അതുപോലെ തന്നെ ഇന്ന് പാർലമെന്റിൽ പോലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ അയോധ്യയിൽ ഞങ്ങൾ ക്ഷേത്രം പണിതു എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് അങ്ങനെയല്ല അത് പറയേണ്ടത്. അയോധ്യയിൽ ഒരു കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം പണിതു, അവിടുത്തെ വിശ്വാസികൾക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കേസിന്റെ വിധിയുടെ ബന്ധപ്പെട്ടുള്ള എക്സിക്യൂഷനാണ് നടന്നത്. അതിന് പകരം നമുക്ക് എത്രയോ വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂസ് നമ്മൾ കണ്ടത്. പാർലമെന്റിൽ കഴിഞ്ഞ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞത്, രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു, അത് നടപ്പാക്കിയെന്ന് രാഷ്ട്രപതിയെ കൊണ്ട് പറയിക്കുകയാണ്. സുജയ, യു ടച്ച് ഓൺ യുവർ ഹാർട്ട് ആൻഡ് ആസ്ക് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു പ്രഖ്യാപനം, അങ്ങനെ ഒരു പോളുമായി ബന്ധപ്പെട്ടിട്ടൊരു ഓഫർ റേസ് ചെയ്യുന്നതും അത് ഞങ്ങൾ നടപ്പാക്കിയെന്ന് പാർലമെന്റിൽ രാഷ്ട്രപതിയെ കൊണ്ട് പറയിക്കൽ നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിന് ഭൂഷണമാണോ എന്നൊരു ക്വസ്റ്റ്യൻ. ഞാൻ രാമക്ഷേത്രത്തിന് ഇകഴ്ത്താനല്ല ഈ പറയുന്നത്. ഒരു മുസ്ലിം പള്ളി ആയെങ്കിലും ശരി, ഒരു ചർച്ച ആണെങ്കിലും ശരി, പൊളിറ്റിക്സ് ആണ്, വിശ്വാസമാണ്. രണ്ടും രണ്ടായി പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട് നിർത്തണം. രണ്ട് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആണ്. അതിന് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അങ്ങനെ പോകാതെ അതിന്റെ പേരിൽ പറയുന്നു, മുത്തലാഖ് വിഷയത്തെക്കുറിച്ചും പറയുന്നു. അപ്പോൾ രണ്ട് മതവിഭാഗങ്ങളിലെ മനുഷ്യരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇന്ന് പ്രസിഡന്റ് നടത്തിയ നയപ്രഖ്യാപനത്തിന്റെ കാതൽ. അരുണ, മുത്തലാഖ് വേണമെങ്കിൽ ഒരു ലെജിസ്ലേഷൻ എന്ന് പറയാമല്ലോ. ഒരുപാട് ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നു, അതിലൊരു ലെജിസ്ലേഷൻ എന്ന് പറയാം. പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു ലെജിസ്ലേഷൻ എന്ന് പറയാം. പക്ഷേ മറ്റത് അങ്ങനെ അല്ലല്ലോ, അത് മറ്റൊരു തരത്തിലല്ലേ. അപ്പം ഞാൻ പറയുന്നത്, ഇതിനെ നമ്മൾ വളരെ സൂക്ഷ്മമായി ഇടപെടേണ്ട വിഷയങ്ങളാണ്. ഇന്നൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നമുക്കൊന്ന് പറയാം, നാളെയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ മുത്തലാഖിന്റെയും അയോധ്യയുടെയും കാര്യത്തിൽ പ്രിന്റു മഹാദേവ്, എങ്ങനെയാണ് ഒരു മതേതര ഭാരതത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന് അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയിലൂടെ ഒരു മതവിഭാഗത്തിന് അവരുടെ ആരാധനാലയം കിട്ടിയത് ഈ രാജ്യത്തിന്റെ വലിയ നേട്ടമായി, ഈ സർക്കാരിന്റെ നേട്ടമായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുക? സർക്കാരിന്റെ നേട്ടം തന്നെയാണ് സാർ. നമുക്കറിയാം, നമ്മുടെ രാജ്യം 500 വർഷത്തെ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം. ആ പോരാട്ടം ആരംഭിക്കുന്നത് അധിനിവേശ ശക്തികൾക്കെതിരെയാണ്. അധിനിവേശത്തിനെതിരെ 500 കക്ഷിയായിരുന്നോ ഈ കേസിൽ? അങ്ങനെയല്ലല്ലോ സാർ. അങ്ങനെ ഒരു സർക്കാരിന്റെ കക്ഷിയാവുക എന്നുള്ളതല്ലല്ലോ. ഈ രാഷ്ട്രം എന്ന് പറയുന്നത് കേവലം ഒരു 10-50 വർഷത്തെ ഒരു പാരമ്പര്യമല്ലല്ലോ അതിനുള്ളത്. അതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടല്ലോ. അയോധ്യ കേസിൽ സർക്കാർ കക്ഷിയല്ല, സർക്കാർ കക്ഷി ചേർന്നിട്ടില്ല. ക്ഷേത്രം നിർമ്മിച്ചത് സർക്കാരാണോ? അല്ല. പിന്നെ അത് സർക്കാരിന്റെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് സാർ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച പത്രികയാണ്. BJP ആണോ രാമക്ഷേത്രം നിർമ്മിച്ചത്? അപ്പോൾ എന്താ സാർ, BJP സർക്കാരാണോ രാമക്ഷേത്രം നിർമ്മിച്ചത്?
പ്രിന്റു കേൾക്കാമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ എല്ലാ സാഹചര്യവും ഞങ്ങൾ ഒരുക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിയാണല്ലോ. അല്ല, അതെങ്ങനെയാണ് ഒരു BJP സർക്കാരിന്റെ നേട്ടമാവുക? അല്ല, നേട്ടം തന്നെയാണ് സാർ. ഞാനൊരു കാര്യം പറയും സാർ, അതിലൊന്നും എന്നെ പറയാൻ അനുവദിക്കണം. നോക്കൂ, ലോകം നേരിടുന്ന 3 മതപരമായിട്ടുള്ള വലിയ വിഷയങ്ങളാണ്. 1 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടത്, 2 ഹാഗിയ സോഫിയ, 3 അൽ-അഖ്സ പള്ളി. ഈ 2 വിഷയങ്ങളും ലോകത്ത് ഇന്നും സമാധാനത്തോടുകൂടി പരിഹരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. എന്നാൽ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ മതമൈത്രിയുടെ പ്രതീകമായിക്കൊണ്ട് ഈ ലോക ജനാധിപത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ മാതൃകാപരമായിട്ടാണ് ബാബരി മസ്ജിദ് വിഷയം, തർക്കഭൂമി വിഷയം പരിഹരിച്ചത്. സ്വാഭാവികമായിട്ട് ആ ഒരു ആര് പരിഹരിച്ചത് പ്രിന്റു? അല്ല, പരമോന്നത നീതിപീഠമാണല്ലോ സാർ. പരമോന്നത നീതിപീഠമാണല്ലോ സാർ. BJP ഒന്നുമല്ലല്ലോ പരിഹരിക്കപ്പെട്ടത്. BJPയും മുസ്ലിം സംഘടനകൾ ഇരുന്ന് ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ച കേസൊന്നുമല്ലല്ലോ. രാമൻ ഈ രാജ്യത്തിന്റെ അസ്തിത്വമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് രാമരാജ്യ സങ്കല്പമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സങ്കല്പം. അത് ഗാന്ധിയുടെ സങ്കല്പമാണ്. അപ്പൊ ക്ഷേമരാഷ്ട്രത്തിന് തറക്കല്ലിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാർ. രാമക്ഷേത്രം വരുന്നതോടുകൂടി ഈ രാജ്യത്തിലെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനാണ് അടിക്കലിട്ട്, അല്ലെങ്കിൽ ഒരു മതപരമായിട്ടും സംസ്കാരത്തിന് അപ്പുറത്തേക്ക് ക്ഷേമരാഷ്ട്ര സങ്കല്പം രാമൻ ഉൾപ്പെടുന്ന തറക്കല്ലിലാണ്. അതിനെയാണ് കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രപതി പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത് സാർ. നോക്കൂ ഷിപ്രിൻഡു മഹാദേവ്, ഇപ്പോൾ കാശി വിശ്വനാഥ് ടെമ്പിൾ ട്രസ്റ്റിനോട് നേരത്തെ സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ നോമിനേറ്റ് ചെയ്യുന്ന പൂജാരിക്ക് പൂജ ചെയ്യാനുള്ള അനുമതിയാണ് ഇപ്പോൾ ജില്ലാ കോടതി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഒരുക്കണം എന്നും ജില്ലാ കോടതി വ്യക്തമാക്കുന്നു. വാരണസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. ലോകം, താങ്കൾ നേരത്തെ പറഞ്ഞു, ലോകത്തെ വ്യത്യസ്ത ദേവാലയങ്ങളിൽ തർക്കമുള്ള ഇടങ്ങൾ നോക്കൂ. ലോകം ഒരു ഈഗിൾ വ്യൂവിലൂടെ നോക്കുമ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ പെട്ട ഒരു മുസ്ലിം ക്ഷേത്രത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെട്ട സംഘപരിവാർ ആദ്യ നടപടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം ഇതിനെ ഇപ്പോൾ ആ ഘട്ടത്തിലാണ് ASIയെയും കോടതിയെയും പോലും ദുരുപയോഗിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഈ സാഹചര്യം ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിന് അഭികാമ്യമാണോ? നമ്മൾ എപ്പോഴും മതേതരത്വത്തിൻ്റെ പേരിൽ ലോകത്തിന് മാതൃകയായിട്ടുള്ള രാജ്യമാണ്. അയോധ്യ കഴിഞ്ഞു, ഇനിയിപ്പോൾ നേരത്തെ ഈ മുദ്രാവാക്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാശിയും മധുരയും ബാക്കി ഹേ എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടി കടക്കുന്നു എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം അതിൻ്റെ മതേതരമായ അടിത്തറ തകർക്കുന്നത് ഒരു പുരോഗമനപരമായ മുന്നോട്ട് പോക്കിന് ഗുണകരമാണോ? അല്ല സാർ, ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ പൊതുവേ എന്റെയൊക്കെ ഒരു യൗവനവും കൗമാരവും ഒക്കെ ഇപ്പോ നികേഷ് സാറേയും നമ്മുടെ അരുൺ സാറെ പോലെയുള്ള വാഗ്ദേവതയുടെ വീരഭടന്മാരുടെ കാഴ്ചകൾ കണ്ടാണ് ഞാനൊക്കെ വളർന്നത്. പക്ഷേ ഇപ്പൊ നികേഷ് സാറുടെ നാവിൽ നിന്നൊരു വികട സരസ്വതി വന്നു. ആ സരസ്വതി അദ്ദേഹം തന്നെ പറഞ്ഞു, പള്ളിക്ഷേത്രം, അതായത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല നികേഷ് സാർ, അങ്ങ് പറഞ്ഞതാണ് പള്ളിക്ഷേത്രം എന്ന രീതിയിലാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനർത്ഥം പള്ളിക്ഷേത്രം എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ സാറൊന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ വാക്ക് എനിക്ക് പെട്ടെന്ന് പള്ളിക്ഷേത്രം എന്നുള്ള രീതിയിലാണ് അങ്ങ് പറഞ്ഞത്. അതൊന്ന് ഞാൻ പെട്ടെന്ന് എന്റെ പ്രശ്നമാണെന്ന് അറിയില്ല സാർ. ഓക്കെ, അപ്പോ ഇതിനകത്ത് പള്ളിക്ഷേത്രം എന്ന പ്രയോഗം എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്ത് ഉദ്ദേശിച്ചിരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങ് അങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണോ അങ്ങ് പ്രയോഗിച്ചത്? അങ്ങനെ ഒരു വാദം എനിക്കില്ല. ASI എന്ന് പറയുന്ന നോക്കൂ, ASIയുടെ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയും ASIയുടെ മാത്രം കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അവർ. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടുപിടുത്തം ഒരു കോടതിയും വെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നിഗമനത്തിലെത്തിയിട്ടില്ല, വിധിന്യായം പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനതിനെ ആ നിലയിൽ കാണുന്നേ ഇല്ല. കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചു. അങ്ങനെ പറയില്ല സാർ. അല്ല, എന്റെ വാദമാണ് ഞാൻ പറയുന്നത്. അല്ല, ജ്ഞാനവാപി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതി പറഞ്ഞത് എന്താ? 93 വരെ അവിടെ ഹിന്ദു ആരാധന ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാനാണ് സാർ പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, നമ്മൾ കോടതി വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു ഈഗിൾ വ്യൂവിലൂടെ ലോകം ഇന്ത്യയെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ നിലയിൽ ASIയെയും കോടതിയെയും പോലും ദുരുപയോഗിക്കുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഇതിനപ്പുറത്തേക്ക് പോകാൻ 91 ആക്ട് പ്രകാരം അനുവദനീയമല്ല. അപ്പോൾ പിന്നെ എന്താ ലോകം നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ പോകുന്നത്?
അങ്ങനെ എങ്ങനെ മനസ്സിലാക്കുക സാർ? ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചതല്ലേ സാർ? ഇവിടെ ഇസ്ലാമിന് പള്ളി പണിയാനും പാഴ്സിക്കും സിഖുകാരനും ഒക്കെ പള്ളി പണിയാൻ കൊടുത്തത് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ പള്ളി ചില പരാമർശമൊക്കെ വാട്സപ്പിനകത്ത് കണ്ടു, പള്ളിപ്പറമ്പിലെ രാമൻ സാർ. ഈ പള്ളിപ്പറമ്പ് പണിയാൻ വേണ്ടി സ്ഥലം കൊടുത്തത് ആരാ? ഇവിടുത്തെ ഹിന്ദു സമൂഹമല്ലേ, ഭൂരിപക്ഷ സമുദായമല്ലേ? നിങ്ങൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ മസ്ജിദുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സാർ നിങ്ങൾക്ക് ഇപ്പോഴും ദേവി വിഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിക്കും. അവിടെയൊന്നും പോയിട്ട് ഞങ്ങൾ ഇത് വീണ്ടും തിരിച്ച് അമ്പലമാക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ ചേരമാൻ പള്ളി പൊളിച്ച് കുഴിച്ച് അമ്പലം ഉണ്ടാക്കി, അമ്പലം കുഴിച്ചു നോക്കുമ്പോ ഈ ബുദ്ധന്റെ ആരാധനാലയങ്ങളാണ് കാണുന്നതെങ്കിൽ അപ്പോഴും ഈ വാദം നിൽക്കുമോ നിങ്ങളുടെ? അല്ല സാർ, എങ്ങനെയാ? ബുദ്ധനെ ഞങ്ങൾ അങ്ങനെ ഹിന്ദുമതത്തിന്റെ അപ്പുറത്തുള്ള ഒരാളായിട്ട് കാണുന്നില്ല സാർ. ബുദ്ധൻ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ. ആളായിരുന്നോ? ബുദ്ധമതത്തെ മനസ്സിലായില്ല. ബുദ്ധൻ ഹിന്ദു ആയിരുന്നോ? ബുദ്ധൻ സാർ ഹിന്ദു അല്ലായിരുന്നോ? പിന്നെന്തിനാണ് അംബേദ്കർ മതം മാറിയത്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഹിന്ദുമതത്തിലെ ഏതെങ്കിലും ആചാരപരമായ വ്യത്യസ്തത കൊണ്ട് അല്പം മാറിപ്പോയി എന്നല്ലാതെ ഹിന്ദുമതത്തിന്റെ അവാന്തര വിഭാഗം. ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രം പറയാമോ പ്രിന്റു? ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അജന്ത എല്ലോറ ക്ഷേത്രം സാർ, ക്ഷേത്രമാണോ? മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് ശിവനെയും വിഷ്ണുവിനെയും ബുദ്ധനെയും ഒരുമിച്ച് കാണാൻ സാധിക്കും സാർ. എന്താണ് ബുദ്ധന്റെ ആചാരം, വഴിപാട്? ഏത് തന്ത്രവിധിയിലാണ് ബുദ്ധൻ വരുന്നത്? അല്ല, ബുദ്ധന് പലതരം ആചാരം. തിബറ്റൻ ആചാരമുണ്ട് സാർ, താന്ത്രിക ആചാരമുണ്ട്, ലാമ ആചാരമുണ്ട്. താന്ത്രിക വിധി പ്രകാരമാണോ ബുദ്ധനെ പൂജ ചെയ്യുന്നത്? അല്ല, താന്ത്രിക് അത് തിബറ്റൻ രീതി താന്ത്രികമാണ് സാർ. അതെ, ഹിന്ദുവിന്റെ തന്ത്രവിദ്യ അനുസരിച്ചാണ് ബുദ്ധനെയും പൂജ ചെയ്യുന്നത്. അല്ല, അങ്ങനെ പറയല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് സാർ. അവിടെ ബുദ്ധന് പൂജ ബുദ്ധന്റെ വിഹാരമാണ്. അത് താന്ത്രിക വിദ്യ പ്രകാരം പ്രതിഷ്ഠ ആർജിച്ചതുമല്ല. അത് അജന്തയിലും എല്ലോറയിലും ഒക്കെ ബുദ്ധവിഹാരങ്ങളായിരുന്ന കേന്ദ്രങ്ങളാണ്. താങ്കൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും അറിയാം, ബുദ്ധമതം എന്ന് പറയുന്നത് മറ്റൊരു മതവും ഹിന്ദുമതം എന്ന് പറയുന്നത് മറ്റൊരു മതവുമായിരുന്നു എന്നത് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഭരണഘടനയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ബുദ്ധ ദാറ്റ് ഈസ് ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആ പ്രയോഗത്തിന് വേണ്ടി മാത്രമാണ്. നമുക്ക് കാണാൻ സാധിക്കുമോ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശരി എന്തായാലും കാണാൻ സാധിക്കും? അല്ല, അവിടെ മറ്റൊരു ചോദ്യം ഞാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിനോട് കൂടി ചോദിച്ച് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഇത് ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഇവിടെ 500 വർഷത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയെന്ന് അഭിമാനത്തോടു കൂടി ഒരു വിഭാഗം ആളുകൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇവിടെ നേരത്തെ അരുൺ ചോദിച്ച പോലെ ഒരു ചോദ്യം പോലും പ്രസക്തമല്ല. ഏതെങ്കിലും ഒരു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളുടെ മുൻകാല പ്രതിഷ്ഠ ബുദ്ധ പ്രതിഷ്ഠയായിരുന്നു എന്നുള്ള പ്രചരണങ്ങൾ പോലും ഉണ്ട്. ഇവിടെ കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രം, അതാ ഞാൻ പറഞ്ഞേ. അപ്പോൾ അവിടെ നമുക്കൊരു ASI പരിശോധനയെങ്കിലും നടക്കുമോ? നടക്കില്ലല്ലോ. അപ്പോൾ ഇത് ഒരു വിഭാഗത്തിന് നേരെയുള്ള മസിൽ പവറല്ലേ ഇത്? അതെ, ഇത് ED പോലെ തന്നെ മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്, ASI എന്ന പേരിൽ. ASI എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര ഗവേഷണ കേന്ദ്രം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാറിയിരിക്കുന്നു. അവരുടെ ജോലി അവസാനിക്കുന്നില്ല. അയോധ്യയിൽ അവരുടെ ജോലി അവസാനിച്ചു. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. എവിടെയും അവർക്ക് കുഴിക്കാം, എവിടെയും അവർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയും. ഇത് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് ഈ കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഭീതിയോടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ കാണുന്ന അല്ലെങ്കിൽ കാണേണ്ടതായ ഒരു അവസ്ഥ, ഇന്ത്യയിലെ ഒരു മുസ്ലിം പള്ളിയും ഒരു ക്രൈസ്തവ ദേവാലയവും സുരക്ഷിതമല്ല. അതിൻ്റെയൊക്കെ അടിയിലേക്ക് ASIയുടെ കുഴിക്കലും മാന്തലും മറ്റ് ഗവേഷണങ്ങളും ഖനനവും നീണ്ടുചെല്ലും. അനിശ്ചിതാവസ്ഥയിൽ നമ്മുടെ സമൂഹം മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പ്രിന്റു മഹാദേവ്, നന്ദി സഹകരിച്ചതിന്. നമുക്കിനി You are watching Reporter Evening Show.